ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിലപ്പാക്കുകയും പിച്ചരവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. ഏഷ്യ 45:2-3. സർപ്പത്തിൽ എന്ന പോലെ പാവത്തിൽ നിന്നും ഓടിയകലുക. അടുത്ത് എന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. പ്രഭാഷകൻ 21:2. കർത്താവിനോടുള്ള ഭക്തിജ്ഞാനത്തിൻ്റെ ആരംഭമെന്നു. പ്രഭാഷകൻ 1:14. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം അരുളും. പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. ഏഷ്യ 65:24. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജെറമ്യാ 33:3. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. സങ്കീർത്തനം 119:130. ഹൃദയം നിറഞ്ഞവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം മുരിഞ്ഞവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:18. നിന്റെ ജീവിതം കർത്താവിൽ ഫലം അർപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:5. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. ഞാൻ വന്നിരിക്കുന്ന അവർക്ക് ജീവനം ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ 10:10. മണമറിയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ജ്ഞാനം 1:11. കർത്താവാണ് ജഡയിൽ, എനിക്കൊന്നിനും കുറവുണ്ടായില്ല. സങ്കീർത്തനം 23:1. ഇതാ കർത്താവിൻ്റെ ആസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. ലൂക്കാ 1:38. ശിശുക്കൾ എൻ്റെ അടുക്കിൽ വരട്ടെ, അവരെ തടയണ്ട. ലൂക്കാ 18:16. കർത്താവേ, എന്നോട് കരുണ തോന്നണേ, ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. സങ്കീർത്തനം 86:3. പാവം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. റോമ 6:14.